നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച രാത്രി ലഡാക്കിന്റെ ആകാശം അസാധാരണമായി ചുവന്നു തൊടുത്തു. അതുവരെ യൂറോപ്പിലും യുഎസിലും ധ്രുവങ്ങളിൽ മാത്രം കണ്ടിരുന്ന ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്സ് ഇന്ത്യയിൽ ആദ്യമായി ദൃശ്യമാവുകയായിരുന്നു. പല നിറങ്ങളിൽ ആകാശം കണ്ടവർ അമ്പരന്നു. ബംഗളൂരുവിലെ ഐ ജ്യോതിശാസ്ത്രജ്ഞർ ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ലഡാക്കിലെ ഹാൻലെയിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള ഓൾ സ്കൈ ക്യാമറകൾ ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ശനിയാഴ്ച സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെ ധ്രുവദീപ്തി ലഡാക്കിലെ ആകാശത്ത് വിസ്മയ കാഴ്ച തീർത്തുവെന്നും പുലർച്ചെ 2 മണിക്ക് ഈ അത്ഭുത പ്രതിഭാസം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയതായും ഐ പറയുന്നു. ധ്രുവദീപ്തി എന്നും അറോറ എന്നും നോർത്തേൺ ലൈറ്റ്സ് എന്നും അറിയപ്പെടുന്ന ഈ പ്രതിഭാസം സാധാരണയായി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ അതാത് ഉയർന്ന അക്ഷാംശ മേഖലകളിലാണ് കാണപ്പെടുന്നത്. ദക്ഷിണ ധ്രുവങ്ങളിൽ ഇത് അറോറ ഓസ്ട്രേലിയസ് എന്നും ഉത്തര ധ്രുവങ്ങളിൽ ഇത് അറോറ ബൊറിയാലിസ് എന്നും അറിയപ്പെടുന്നു. ബഹിരാകാശത്ത് സൗരവാതകങ്ങളും ഭൂമിയുടെ കാന്തിക മണ്ഡലവും പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായാണ് ധ്രുവദീപ്തി രൂപപ്പെടുന്നത്. സൗരവാതങ്ങളിൽ നിന്നുള്ള ചാർജുള്ള കണങ്ങളെ ഭൂമിയുടെ കാന്തിക വലയങ്ങൾ ആകർഷിക്കുകയും ഈ കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിച്ച് ധ്രുവദീപ്തി ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഈ കൂട്ടിയിടികൾ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നു. US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പ്രകാരം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് ധ്രുവപ്രദേശങ്ങളിൽ ശക്തി കൂടുതലാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ കുറഞ്ഞത് 4 ശക്തമായ സൗര കൊടുങ്കാറ്റുകൾ ഭൂമിയിൽ എത്തിയിരുന്നു. മെയ് 10, 11 തീയതികളിൽ സെക്കൻഡിൽ 700 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാണ് ഇവ ഭൂമിയുടെ അന്തരീക്ഷത്തോട് ഏറ്റവും അടുത്ത് എത്തിയത്. ശരാശരിയേക്കാൾ കൂടിയതായിരുന്നു ഇവയുടെ തീവ്രത. ശക്തമായ ഈ സൗര കൊടുങ്കാറ്റ് കാശ്മീരിലെ ലഡാക്കിലും എത്തിയതായാണ് കാശ്മീരിലും ധ്രുവദീപ്തി പ്രത്യക്ഷപ്പെടാൻ കാരണം. കഴിഞ്ഞ 20 വർഷത്തിനിടെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റായിരുന്നു ഇത്. സൗര കൊടുങ്കാറ്റ് ശക്തമാകുമ്പോൾ മുമ്പ് യൂറോപ്പിലും യുഎസിലും ധ്രുവങ്ങളിലും മാത്രമാണ് നോർത്തേൺ ലൈറ്റ്സ് ദൃശ്യമായിരുന്നത്. അതേസമയം ധ്രുവദീപ്തിയുടെ ചിത്രം ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യമായിട്ടെന്നാണ് ലഡാക്ക് ഹാൻഡിലെ ഒബ്സർവേറ്ററി ക്യാമറ എഞ്ചിനീയർ ടോർജെ ആങ്ചുങ് പറയുന്നത്. യുഎസിന്റെയും യുകെയുടെയും ചില ഭാഗങ്ങളിലും അറോറകൾ ദൃശ്യമായിരുന്നു. 2 പതിറ്റാണ്ടിലെ ഏറ്റവും ശക്തിയേറിയ സൗര കൊടുങ്കാറ്റാണ് ഭൂമിയിൽ പതിച്ചത്. തുടർന്നുള്ള ആകാശ ചിത്രങ്ങൾ വടക്കൻ യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. സെക്കൻഡിൽ ശരാശരി 800 കിലോമീറ്റർ വേഗതയിലാണ് സൗര കൊടുങ്കാറ്റ് സഞ്ചരിക്കുന്നത്. ഭൂമിയേക്കാൾ 17 മടങ്ങ് വിസ്തൃതമായ ഭീമൻ സൂര്യകളങ്കത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങളിലായിരിക്കും പ്രതിഭാസം കൂടുതലായി അനുഭവപ്പെടുകയെന്നാണ് റീഡിംഗ് സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്ര വിഭാഗം പ്രൊഫസർ മാത്യു ഓവൻസ് പറയുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചതെന്നാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിക്കുന്നത്. സാറ്റലൈറ്റ് വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെടുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരാഴ്ചയോളം പ്രതിഭാസം നീണ്ടു നിൽക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. ഭൂമിയുടെ കാന്തിക മേഖലയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നതിനാൽ വിമാന കമ്പനികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 2003 ഒക്ടോബറിൽ വീശിയ സൗര കൊടുങ്കാറ്റിൽ സ്വീഡനിൽ വൈദ്യുതി നിലയ്ക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ പവർ ഗ്രിഡുകൾക്ക് സാരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. AR3664 എന്ന സൺസ്പോട്ടിൽ നിന്നാണ് വിസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ മേഖല വലിയ പ്രകമ്പനങ്ങൾക്ക് സാക്ഷിയായിരിക്കുകയാണ്. ഈ മേഖല കടുത്ത ചൂടിനാൽ കത്തി ജ്വലിക്കുന്നുണ്ട്. സൂര്യൻ പതിവിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടാണ് ഇപ്പോൾ സൗരജ്വാലകളെ പുറന്തള്ളുന്നത്. സൂര്യനിൽ നിന്ന് കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹെലിയോസ്പെറിക് ഒബ്സർവേറ്ററി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലാണ് 3ഓളം വിസ്ഫോടനങ്ങൾ പ്രൈമിൽ നടന്നതായി സ്ഥിരീകരിച്ചത്. സൺസ്പോട്ടിന്റെ വലിപ്പം കാരണമാണ് ഇവയുടെ തീവ്രത വർദ്ധിച്ചത്. ഭൂമിയുടെ ഭൗമകാന്തിക സംവിധാനത്തിന് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ തീജ്വാലകൾ പതിച്ചത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്കാണ്. ഇവയ്ക്ക് സൗരജ്വാലകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുകൊണ്ടാണ് വലിയ അപകടങ്ങൾ ജീവജാലങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്നത്. സൂര്യനിലെ റേഡിയേഷനുകൾ എന്നിവയെല്ലാം ഒരേ സമയം ഇവയെ തുടർന്ന് ഭൂമിയിലേക്ക് അതിവേഗം സഞ്ചരിക്കും. ഇവ ബഹിരാകാശത്തുകൂടി കടന്നു വരുന്നതിനാൽ ഗ്രഹങ്ങളെ കാര്യമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.